പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ നമ്മൾ കെമിസ്ട്രി രണ്ടാമത്തെ അധ്യായമായ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനം എന്ന പാഠഭാഗത്തിലെ രണ്ടാം ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോൾ കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്, മോൾ സങ്കല്പനത്തെ പറ്റിയിട്ടാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. ഒത്തിരി ചോദ്യോത്തരങ്ങൾ കടന്നു വരുന്ന ഭാഗമാണ്, ഒത്തിരി വർക്കൗട്ടുകൾ കടന്നു വരുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതും അതിനെങ്ങനെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാം എന്നുള്ളതും നല്ലവണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്കിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ് അഥവാ ആപേക്ഷിക അറ്റോമിക മാസ്? എന്താണ് ഗ്രാം അറ്റോമിക് മാസ് അഥവാ ഗ്രാം അറ്റോമിക മാസ് എന്താണ്? GAM ഗ്രാം മോളിക്കുലർ മാസ് എന്നാണ് എന്താണ്? ഓക്കെ, ഇത്രയും ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിൽ കടന്നു പോകുന്നത് നല്ലവണ്ണം ആ ടോപ്പിക്കുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാണ്. എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നതിന് മുന്നേ ആറ്റോമിക മാസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥാക്കുന്നത്? എന്താണ് അറ്റോമിക മാസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥാക്കുന്നത് നോക്കുക. സോ നിങ്ങൾക്കറിയാം, ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1, ഹീലിയം 4, കാർബൺ 12, നൈട്രജൻ 14, ഓക്സിജൻ 16, സോഡിയം 23, ക്ലോറിൻ 35.5 എന്നുള്ള അറ്റത്തിന്റെ മാസുകളെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ഈ ആറ്റത്തിന്റെ മാസ്? 35.5 എന്താണ്? ഗ്രാം ആണോ, കിലോഗ്രാം ആണോ, ഇനി വേറെ മൈക്രോഗ്രാം ആണോ, മില്ലിഗ്രാം ആണോ, നാനോഗ്രാം ആണോ? എന്താണ്? നമുക്ക് ഏതൊരു കാര്യം പറയുമ്പോൾ എന്ത് വേണം, ഒരു യൂണിറ്റ് വേണ്ടേ? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, എന്താണ് ഈ സോഡിയം 23 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? 23 എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അറ്റങ്ങളുടെ മാസ് പറയാൻ ഉപയോഗിക്കുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് വെച്ചിട്ടാണ്. ഒരു ആറ്റത്തിന്റെ മാസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റാറ്റങ്ങളുടെ മാസിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ് അഥവാ ആപേക്ഷിക അറ്റോമിക് മാസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കിയോട്ടാ, നമ്മൾ കോമൺലി കണ്ടിട്ടുള്ള നമ്മുടെ കാർബൺ 12 ആറ്റത്തിന്റെ C12 ആറ്റം, ഈ കാർബൺ 12 ആറ്റത്തിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്, 12 കഷ്ണമായിട്ട് വിളിക്കുകയാണ്, 12 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അതിലെ ഒരു ഭാഗം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ കാർബൺ 12 ഐസോടോപ്പിലെ 12 ഒരു ഭാഗം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ വിളിക്കുക ഒരു യൂണിഫൈഡ് മാസ് എന്ന് വിളിക്കുക. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ അറിയോ? AMU അറ്റോമിക് മാസ് യൂണിഫൈഡ്, അല്ലെങ്കിൽ U എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പൊ എന്താണ് ഒരു AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാർബൺ 12 ഐസോടോപ്പിനെ, കാർബൺ 12 ആറ്റത്തിനെ 12 ഭാഗങ്ങളായിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു AMU. ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു AMU, ഈ ഒരു മാസ് യൂണിഫൈഡ് വെച്ചിട്ടാണ് നമ്മൾ, ഈ ഒരു അറ്റോമിക് മാസ് യൂണിഫൈഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആറ്റങ്ങളുടെ ഒക്കെ മാസ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു AMU എന്താ നമ്മൾ ഡിഫൈൻ ചെയ്തു? അര മാസ് വെച്ചിട്ട്, കാർബണിന്റെ മാസ് വെച്ചിട്ട്, നമ്മളിത് വെച്ചിട്ട് പറയാണ് കാർബൺ 12, സോ നൈട്രജൻ 14, എന്താ നൈട്രജൻ 14, അതിൽ 14 അറ്റോമിക് മാസ് യൂണിഫൈഡുകളുണ്ട്. AMU നിങ്ങൾക്ക് എഴുതാം. ദെൻ ഹൈഡ്രജൻ ഒരു യൂണിഫൈഡ് മാസ് ആണ്, നിങ്ങൾക്ക് എഴുതാം. ഹീലിയം 4 AMU ആണ്, അതിന്റെ മാസ് നിങ്ങൾക്ക് എഴുതാം. ദെൻ കാർബൺ നിങ്ങൾക്ക് AMU എന്നോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അറ്റോമിക് മാസ് യൂണിഫൈഡ് ആണ് നമ്മൾ ഈ പഠിച്ചിട്ടുള്ള സംഖ്യകളൊക്കെ. ഓക്കെ, യൂണിറ്റ് എന്താണ്? അറ്റോമിക് മാസ് യൂണിഫൈഡ്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. അപ്പൊ എന്താ ആപേക്ഷിക അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആറ്റത്തിന്റെ മാസ് വെച്ച് നമ്മൾ ഈ ആറ്റങ്ങളുടെ ഒക്കെ മാസ് എന്തിരിക്കുകയാണ്, ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് അല്ലെ? ഏത് ആറ്റത്തിനെ വെച്ചുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കാർബൺ 12 ആറ്റത്തിനെ വെച്ചുകൊണ്ട്. കാർബൺ 12 ആറ്റത്തിനെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കാർബൺ 12 ആറ്റത്തിനെ 1/12, ഓക്കെ, 12 ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു യൂണിഫൈഡ് മാസ് ഡിഫൈൻ ചെയ്യുന്നത്, ഒരു അറ്റോമിക് മാസ് യൂണിഫൈഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ അതാണ് ഒന്ന് എന്ന് വെച്ചിട്ട് നമ്മൾ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 14 അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല നൈട്രജനിൽ, കാർബണിൽ അങ്ങനത്തെ 12 ആൾക്കാരുണ്ടാവും, ഹീലിയത്തിൽ അങ്ങനത്തെ 4 ആൾക്കാരുണ്ടാവും, ഹൈഡ്രജനിൽ അങ്ങനത്തെ ഒരു യൂണിഫൈഡ് മാസ് ഉണ്ടാവും. ശരിയാണോ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്തിരിക്കുന്നത്, അറ്റത്തിന്റെ മാസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേറ്റീവ് അറ്റോമിക് മാസ് അഥവാ ആപേക്ഷിക അറ്റോമിക മാസ് എന്തിനെ വെച്ചുകൊണ്ട്? കാർബൺ 12 ഐസോടോപ്പിനെ വെച്ചുകൊണ്ട്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. നമ്മൾ എന്താണ്
റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നുള്ളത് മനസ്സിലാക്കി. ആറ്റങ്ങളുടെ മാസ് എന്നുള്ളത് അർത്ഥമാക്കുന്നത് മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് GAM എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ എളുപ്പമാണ്. നോക്കിയോ, നൈട്രജന്റെ മാസ് 14 AMU ആണ്. ഓക്കെ, ഈ അറ്റോമിക് മാസിനെ നമ്മൾ എന്തിൽ എക്സ്പ്രസ് ചെയ്യാണ്? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ 14 ഗ്രാം എഴുതാണ്. ഓക്കെ, ദെൻ ഓക്സിജന്റെ മാസിനെ ഞാൻ എന്തിൽ എക്സ്പ്രസ് ചെയ്യാണ്? 14 AMU എന്നുള്ള അറ്റോമിക് മാസ് യൂണിഫൈഡിനെ യൂണിഫൈഡ് ചെയ്തിട്ടുള്ള ഓക്സിജന്റെ മാസിനെ നമ്മൾ 16 ഗ്രാം എന്ന് എഴുതാണ്. കാർബണിന്റെ മാസിനെ 12 യൂണിഫൈഡ് മാസിനെ 12 ഗ്രാം എന്ന് എഴുതാണ്. ആറ്റത്തിന്റെ മാസ് എന്താണോ അതിനെ എന്തിൽ എക്സ്പ്രസ് ചെയ്യുക? ഗ്രാം. നമുക്കറിയുന്ന കിലോഗ്രാമിന്റെ ഗ്രാം, ആ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിളിക്കാം which is equivalent to gram atomic mass. എന്താണ് gram atomic mass എന്ന് വിളിക്കാം. Mass of an atom is expressed in terms of gram. ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക, അതിനാണ് നമ്മൾ വിളിക്കുക ഗ്രാം അറ്റോമിക മാസ് എന്ന് വിളിക്കാം. അങ്ങനെ നിങ്ങൾ തന്ന ആറ്റത്തിന്റെ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ we can call them 1 gram equivalence, അല്ലെങ്കിൽ 1 ഗ്രാം അറ്റോമിക് മാസിന് ഇക്വലന്റ് ആണ്. 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 1 GAM ഉണ്ട്. ഇതിനങ്ങനെയാണെങ്കിൽ 35.5 ആണ് ക്ലോറിന്റെ മാസം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 35.5 ഗ്രാം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വിളിക്കാനെ? അതില് 1 GAM ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. എനിക്ക് സോഡിയത്തിന് എന്ത് ചെയ്യാം? 23 ഗ്രാം എന്ന് എഴുതി കഴിഞ്ഞാൽ 1 GAM സോഡിയം എന്ന് വിളിക്കാം. ദെൻ ഓക്സിജൻ എന്ത് ചെയ്യാം? 14 ഗ്രാം എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് വിളിക്കാം? 1 GAM എന്ന് വിളിക്കാം. ഓക്സിജൻ ആറ്റം ഉണ്ട് എന്ന് വിളിക്കാം. ഓക്കേണോ? അപ്പോ എന്താ 1 GAM എന്ന് പറഞ്ഞാൽ 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ മാസ് എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക. 16 ആയിരുന്നില്ല, 16 ഗ്രാം. ഇനിയിപ്പോ ഹീലിയം 4 AMU ആണ്, അപ്പോ 4 ഗ്രാം. സോ വിച്ച് ഈസ് ഈക്വലന്റ് ടു 1 GAM. ശരിയാണോ? ഉറപ്പാണോ? അപ്പൊ എന്താ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഗ്രാം. ആറ്റത്തിന്റെ മാസ് എന്താണോ അതിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കാം. ശരിയല്ലേ? ഇനിയിപ്പോ നോക്കി കേട്ടോ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കാർബണിന്റെ മാസ് 12 ഗ്രാം. സോ എനിക്ക് എന്ത് വിളിക്കാം? 1 GAM എന്ന് വിളിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 24 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വിളിക്കാം? 2 GAM എന്ന് വിളിക്കാം. 6 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 0.5 GAM എന്ന് വിളിക്കാം. ലോജിക് മനസ്സിലായത്? നോക്കി കേട്ടോ, ഹീലിയം 4 ആണ് അതിന്റെ അറ്റോമിക് മാസ് യൂണിഫൈഡ്. ശരിയല്ലേ? അതിന് നമ്മൾ ഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ 4 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിപ്പോ 1 GAM, 1 ഗ്രാം അറ്റോമിക് മാസ് ആയി. ദെൻ ആലോചിക്ക് 8 ഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? അതിൽ 2 GAM ഉണ്ട്. ദെൻ 2 ഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അതില് 1/2 GAM ഉള്ളൂ, അല്ലെങ്കിൽ 0.5 GAM ഉള്ളൂ. ശരിയാണോ? അപ്പോ നമുക്കിപ്പോ ഗ്രാം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ എത്ര GAM അടങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ശരിയാണോ? എത്ര GAM അടങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. എത്ര GAM അടങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? തന്ന മാസിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഗ്രാം അറ്റോമിക് മാസോട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു ഉദാഹരണം നോക്കിയോ, പെട്ടെന്ന് നോക്കിയോ. നമ്മള് 46 ഗ്രാം സോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര GAM ആണ് എന്നാണ് ചോദ്യം. 46 ഗ്രാം സോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് എത്ര? തന്നിട്ടുള്ള മാസ് എത്രയാ? 46. എന്ത് ചെയ്യുക? എന്തോട് ഡിവൈഡ് ചെയ്യുക? ഗ്രാം അറ്റോമിക് മാസോട് ഡിവൈഡ് ചെയ്യുക. എന്താ സോഡിയത്തിന്റെ 1 ഗ്രാം അറ്റോമിക് മാസ് എന്താ? അതിന്റെ മാസ് എന്താണോ അത് തന്നെയാണ് അതിന്റെ ഗ്രാം അറ്റോമിക് മാസ്. 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിയല്ലേ? ഗിവൺ മാസ് ബൈ GAM. GAM എത്ര നമുക്ക് കിട്ടിയത് നമുക്കറിയാം. എത്ര സോഡിയം? 23. 23 46 2. അപ്പൊ അതിൽ എത്ര GAM ഉണ്ട്? 2 GAM ഉണ്ട്. എപ്പോ 46 ഗ്രാം സോഡിയം എന്ന് പറയുമ്പോൾ.
ശരിയാണോ? കറക്റ്റ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, 64 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര GAM ആണ്? എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് 64 ബൈ എന്ത് ചെയ്യണം? GAM ഓക്സിജൻ. ഓക്സിജൻ GAM എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്സിജന്റെ മാസ് 16 ആണ്. 16 AMU ഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? 1 GAM ആയി. 1 GAM ആയില്ലേ? അപ്പോൾ 1 GAM എത്രയാണെന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്. 16 ഡിവൈഡ് ചെയ്യുക GAM ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ് ബൈ GAM. കിട്ടും 16 64 എത്ര വട്ടം? 4 വട്ടം. അപ്പോൾ അത് എത്ര GAM ഉണ്ട്? 4 ഗ്രാം അറ്റോമിക് മാസിന്റെ പേരില് 64 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായോ? നമുക്ക് എങ്ങനെയാണ് GAM കണ്ടുപിടിക്കാന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ എത്ര GAM ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എളുപ്പല്ലേ? ദെൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, എങ്ങനെയാണ് നമുക്ക് GAM നമ്മുടെ മോൾ കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്ക് ചെറിയ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു തരാം എന്താണ് ഒരു മോൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ്, എണ്ണത്തെ സൂചിപ്പിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ സൂചിപ്പിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഓക്കെ, ഒരു ജോഡി പെൻസിൽ അല്ലെങ്കിൽ പെൻ മാർക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 മാർക്കർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? നമ്മൾ വളക്കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഡസൺ കണക്കിനാണ് വാങ്ങുക അല്ലേ? ഒരു ഡസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 12 എണ്ണം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 2 ഡസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 എണ്ണം മനസ്സിലാക്കാം. അതേപോലെ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ് കേട്ടോ, അത് ഈ സംഖ്യയുടെ അത്രയും 6.022 into 10⁻23 ഇത്രയും എന്തുണ്ടെന്ന് പറയുന്നത്, ഇത്രയും എണ്ണം എന്തുണ്ടെന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന പറയാം. ഇത്രയും എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വിളിക്കാം ഒരു മോൾ എന്ന് വിളിക്കാം. എന്ത് സംഖ്യ? 6.022 into 10⁻23. ചെറിയ സംഖ്യ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ഒരു 100 കൊല്ലം ജീവിക്കാന്ന് വിചാരിച്ചോ. ഒരു 100 കൊല്ലം ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര സെക്കൻഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങൾ എത്ര സെക്കൻഡ് ജീവിക്കുന്നു ആ സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സംഖ്യയുടെ വലിപ്പം എന്ന് പറയുന്നത് എത്രയാണ്. ഈ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ കോടികൾക്കും അപ്പുറത്തേക്ക് കോടാനുകോടി എണ്ണം എന്ന് പറയാം. അത്ര എണ്ണം വരുമ്പോഴാണ് നിങ്ങൾ വിളിക്കുക ഒരു മോൾ എന്ന് വിളിക്കുക. കാരണം നമ്മുടെ തന്മാത്രകളും നമ്മുടെ ആറ്റങ്ങളൊക്കെ എന്താണ്? വളരെ 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 ചെറുതായ ആൾക്കാരാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും എണ്ണത്തിനെയാണ് നമ്മൾ വിളിക്കുക 1 മോൾ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അത്തരം ചെറിയ പാർട്ടിക്കിൾസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ആര്? മോൾ എന്നുള്ളത്. മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇത്രയും എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? ഒരു മോൾ പദാർത്ഥം, മോളിക്യൂൾ അതിലുണ്ട് അല്ലെങ്കിൽ ആറ്റം അതിലുണ്ട് എന്ന് നമുക്ക് വിളിക്കാം. എന്താണോ അത് അത്രയും. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞോ. എന്തെങ്കിലും നമ്മൾ പറഞ്ഞ് ഒരു ജോഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 എണ്ണം ഉണ്ടാവും. ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 12 എണ്ണം ഉണ്ടാവുന്നു. അപ്പൊ ഒരു മോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 into 10⁻23 അത്രയും എണ്ണം ഉണ്ടാവുന്ന പറയാം. ഓക്കെ, ഈ സംഖ്യയെ നമ്മളൊരു പേര് വിളിക്കും. എന്താ അറിയോ? അവഗാഡ്രോ സംഖ്യ. നമ്മൾ നേരത്തെ ബോയ്സിനെയോ ചാൾസിനെയോ അവഗാഡ്രോ നിയമത്തിൽ അവഗാഡ്രോ കേട്ട ഓർമ്മയില്ലേ? ആ അവഗാഡ്രോ സംഖ്യ നാം വിളിക്കുക. ഈ സംഖ്യയെ വിളിക്കുക. നമ്മൾ എങ്ങനെ എഴുതുക അറിയോ? നമ്പർ ഓഫ് അവഗാഡ്രോ എന്ന രീതിയിൽ n ഇങ്ങനെയാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുക. ഓക്കെ, ഈ സംഖ്യ ഓർത്തിരിക്കണം. 6.022 into 10⁻23 അത്രയും എണ്ണത്തിനെ വിളിക്കുന്ന പേരാണത് അവഗാഡ്രോ സംഖ്യ. ഓക്കെ, അപ്പൊ ഇത്രയും സംഖ്യ അതിലുണ്ടെന്നുണ്ടെങ്കിൽ, അത്രയും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാൻ ഒരു മോൾ ആറ്റം ഉണ്ട്. ഇത്രയും മോളിക്യൂൾസ് അതിലുണ്ടെങ്കിൽ എനിക്ക് വിളിക്കാൻ 1 മോൾ മോളിക്യൂൾസ് ഉണ്ട് എന്ന് എനിക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ചു കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച എന്താണ് 1 GAM. നിങ്ങൾക്കറിയാം ഏതൊരു ആറ്റം 1 GAM എടുത്തു കഴിഞ്ഞാലും അതിൽ എന്തുണ്ടാവും പറയുന്നത്? ഇത്രയും നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവുന്ന പറയുന്നത് അല്ലേ? അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഓക്സിജൻ 16 AMU ആണ്. 16 ഗ്രാം എന്ന് 1 GAM. ശരിയാണോ? ഒരു GAM ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെന്ന് പറഞ്ഞ് അത്രയും എണ്ണം എന്തുണ്ടാവും? 6.022 into 10⁻23 അത്രയും എന്തുണ്ട്? ആറ്റംസ് ഉണ്ട്. ആരുടെ ആറ്റം? 16 ഗ്രാം. നമ്മൾ എന്തെടുത്ത്? ഓക്സിജൻ. അപ്പൊ അതിലുണ്ട് അത്രയും ഓക്സിജന്റെ ആറ്റങ്ങളുണ്ട്. മനസ്സിലായോ? ഇതെങ്ങനെ ആലോചിച്ച് 14. അപ്പൊ നമുക്ക് 28 ഗ്രാമിന്റെ നൈട്രജൻ ആറ്റം എടുക്കാം. 28 ഗ്രാം നൈട്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര GAM ആണ് കണ്ടുപിടിക്കാറുള്ളത്? എങ്ങനെ കണ്ടുപിടിക്കുക?
28/GAM എത്രയാ നൈട്രജന്റെ 14. അപ്പൊ എത്ര ഉണ്ട്? 2 GAM ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? ഒരു GAM ഇത്ര എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 GAM എത്ര ഉണ്ടാവും? 2 × 6.02 ഇത്ര എണ്ണം ഉണ്ടാവും. എന്തുണ്ടാവും? നൈട്രജൻ. നൈട്രജൻ എന്താ? ആറ്റം. അപ്പൊ എന്തുണ്ട്? നൈട്രജൻ ആറ്റങ്ങളുണ്ട്. ഉറപ്പല്ലേ? സംശയമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു. ഞാൻ വേറെ കേസ് പറയാണ്. 4 ഗ്രാം ഹീലിയം ഞാൻ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഗ്രാം = 1 GAM. ഒരു GAM തുല്യാണ്. അപ്പൊ അത് അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് പറയാം? അതില് 1 മോൾ ഹീലിയം ആറ്റങ്ങൾ ഉണ്ട് എന്ന് പറയാം. ശരിയല്ലേ? 24 ഗ്രാം കാർബൺ ഞാൻ എടുത്തു. 24 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു GAM 12 ആണ്. അപ്പോ 2 GAM 24 ആണ്. 24 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 GAM കാർബൺ ആണ്. 2 GAM കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോൾ ഉണ്ടായിരിക്കും? 2 മോൾ കാർബൺ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഉറപ്പാണോ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ GAM മോൾ തമ്മിൽ റിലേറ്റ് ചെയ്ത് മനസ്സിലായത്? ഓക്കെ അല്ലേ? അപ്പോ GAM എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ദെൻ എന്താണ് 1 മോൾ എന്ന് നമുക്ക് അവിടെ നോക്കി. ആറ്റങ്ങളുടെ കേസിൽ 1 മോൾ എന്ന് അർത്ഥമാക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കുന്നത് മോളിക്യൂളുകളുടെ കേസാണ്. ഓക്കെ, എന്താ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ആൾക്കാരാണ് മോളിക്യൂൾസ് അല്ലെ? ഇത് 2 ഹൈഡ്രജൻ ആറ്റം കൂടി ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നു. ദെൻ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കമ്പയർ ചെയ്യുമ്പോൾ ഒരു H2O മോളിക്യൂൾ ഉണ്ടാവുന്നു. 1 കാർബണും 2 ഓക്സിജൻ ആറ്റവും കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഉണ്ടാവുന്നു. ദെൻ 1 നൈട്രജനും 3 ഹൈഡ്രജൻ ആറ്റവും കമ്പയർ ചെയ്യുമ്പോൾ ഒരു അമോണിയ മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ദെൻ 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവും. അപ്പൊ എന്താ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ആൾക്കാരാണ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? ആറ്റങ്ങൾ ഒരേപോലുള്ള ആറ്റങ്ങൾ കൂടിച്ചേരുണ്ടാവും. ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പൊ മോളിക്യൂൾസ് ഉണ്ടായി. ഡിഫറെന്റ് ആയ ആറ്റങ്ങൾ ഡിഫറെന്റ് പ്രൊപ്പോസിഷൻ, ഡിഫറെന്റ് അനുപാതങ്ങളിൽ കമ്പയർ ചെയ്യാം. ഒന്ന് നോക്കി. H2O 2 ഹൈഡ്രജനും 1 ഓക്സിജൻ, 1 കാർബണും 2 ഓക്സിജൻ, 1 നൈട്രജനും 3 ഹൈഡ്രജൻ. സോ ഡിഫറെന്റ് ആയ മോളിക്യൂളുകളാണ് ഇവരൊക്കെ. ഓക്കെ, അപ്പൊ ഈ മോളിക്യൂളുകളുടെ കേസിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ മാസ് പറയാ? നമ്മൾ ആറ്റോമിക് മാസ് എങ്ങനെയാണോ പഠിച്ച അതേപോലെ തന്നെ ഇവിടെ മോളിക്യൂളിന്റെ മാസ് എങ്ങനെയാണ് പിടിക്കുക? ആറ്റത്തിന്റെ മാസുകൾ തമ്മിൽ കൂട്ടുക. ആറ്റത്തിന്റെ മാസുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒരു ഹൈഡ്രജന്റെ മാസ് 1, ഒരു AMU, 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് 2 AMU. അതിനെങ്ങനെ ഇതിൽ പറയാ? ഗ്രാമിൽ പറയാ. അപ്പൊ എന്തായി? ഗ്രാം മോളിക്യുലാർ മാസായി. ശരിയല്ലേ? ദെൻ H2O മാസ് എങ്ങനെ പിടിക്കുക? H, ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആറ്റോമിക് മാസ് 1 AMU, 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് 2 AMU, ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് 16 AMU. 16ഉം 2ഉം 18 AMU. അത് ഇതിൽ പറയാ? ഗ്രാമിൽ പറയാ. അപ്പൊ എന്തായി? ഗ്രാം മോളിക്യുലാർ മാസായി. അറ്റോമിക് മാസിന് വരെ മോളിക്യൂളാണ് മോളിക്യൂളിന്റെ മാസ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു കാർബണിന്റെ മാസ് 12, ഒരു ഓക്സിജന്റെ മാസ് 16, 2 ഓക്സിജന്റെ മാസം 32, 32 12 എത്ര? 44 ഗ്രാം. AMU പറഞ്ഞാൽ എന്താണ്? മോളിക്യുലാർ മാസ്. ഗ്രാം മോളിക്യുലാർ മാസ് എന്ന് പറയുമ്പോൾ ഗ്രാമിൽ പറയാം. നമ്മൾ ഡിഫൈൻ ചെയ്ത് നേരത്തെ. ദെൻ അമോണിയയുടെ മാസ് കിട്ടും 3 ഹൈഡ്രജൻ, 1 ഹൈഡ്രജൻ 3 ഹൈഡ്രജൻ 3 AMU, ഒരു നൈട്രജന്റെ 14, 14 3 17, 17 ഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം മോളിക്യുലാർ മാസോ അമോണിയ. ദെൻ ഓക്സിജനേറ്റ് എന്ത് ചെയ്യാം? 32 ഗ്രാം ആണ്. മനസ്സിലാവും? ശരിയല്ലേ? മോളിക്യുലാർ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഗ്രാം മോളിക്യുലാർ മാസിനെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോ 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ വിളിക്കാം 1 GMM തുല്യാണെന്ന് വിളിക്കാം. 18 ഗ്രാം H2O എന്ന് പറഞ്ഞാൽ 1 GMM തുല്യാണെന്ന് വിളിക്കാം. ഇതൊക്കെ എനിക്ക് 1 GMM തുല്യാന്ന് വിളിച്ചൂടെ? കാരണം അതിന് വേണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഗ്രാമിൽ അതേപോലെ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. സോ എന്ത് വിളിക്കാം? 1 GMM, 1 ഗ്രാം മോളിക്യുലാർ മാസ് വിളിക്കാം. ശരിയാണോ? ഓക്കെ, ഇതിനെ അങ്ങനെ ആലോചിച്ച് 2 ഗ്രാം ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം മോളിക്യുലാർ മാസ് ഇക്വലന്റ്. അങ്ങനെയെങ്കിൽ 4 ഗ്രാം ഹൈഡ്രജൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 2 GMM ഇക്വലന്റ് ആണ്. ഓക്കെ, ദെൻ 16 ഗ്രാം ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അര GMM, ഹാഫ് GMM ഇക്വലന്റ് ആണ്. ഹാഫ് GMM ആണെന്ന് വിളിക്കാം. ദെൻ ആലോചിച്ചോക്ക് 11 ഗ്രാം CO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 11 ഗ്രാം. 44 ഗ്രാം ആണെങ്കിൽ എനിക്ക് എന്ത് വിളിക്കാം? 1 GMM എന്ന് വിളിക്കാം.
അപ്പൊ അങ്ങനെയാണെങ്കിൽ 22 ഗ്രാം എന്ന് പറഞ്ഞാൽ അര GMM എന്ന് വിളിക്കാം. 11 ഗ്രാം എന്ന് പറഞ്ഞാൽ വീണ്ടും പറയാം എത്ര കാൽ 0.25 GMM എന്ന് എനിക്ക് വിളിക്കാം, കാൽ GMM എന്ന് എനിക്ക് വിളിക്കാം. ശരിയല്ലേ? ഉറപ്പല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? നമ്പർ ഓഫ് GMM, നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ഒക്കെ കണ്ടുപിടിക്കാം. എന്റെ ഇക്വേഷൻ തന്നിരിക്കുന്ന മാസിനെ എന്ത് ചെയ്യുക, ഗിവൺ മോളിക്കുലാർ മാസിനെ എന്ത് ചെയ്യുക, ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഗിവൺ മോളിക്കുലാർ മാസിനെ എന്ത് ചെയ്യുക, GMM കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എളുപ്പല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യം എളുപ്പല്ലേ? നമ്മൾ അപ്പുറത്ത് എന്താ പറഞ്ഞു, മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോളിന് തുല്യമാണ്. അപ്പൊ അങ്ങനെ ഇവിടെ എന്താ പറയാ, ഒരു GMM നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് 1 മോളിന് തുല്യമായിരിക്കും. അപ്പൊ അതില് അത്രയും എന്തിനായിരിക്കും, അവിടെ ആറ്റായിരിക്കും, ഇവിടെ എന്താ മോളിക്യൂൾ ആണ്, ഇവിടെ വിളിക്കാം 1 മോൾ H2O മോളിക്യൂൾസ് ഉണ്ടാവും. അവിടെ എന്തായിരുന്നു, ആറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ എന്താ 1 മോൾ മോളിക്യൂൾസ് ഉണ്ടാവും. ഉറപ്പാണോ? ഉണ്ടാവും. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു GMM ആണ്. ശരിയല്ലേ? നമ്മളവിടെ നോക്കി. ഒരു GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 മോൾ തുല്യമാണെന്ന് പറഞ്ഞു അല്ലെ? 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 6.022 × 10⁻³ അത്രയും പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇവിടെ ആരെയും കാർബൺ ഡൈ ഓക്സൈഡ് ആറ്റം മോളിക്യൂളാണ്. അത്രയും അവിടെ മോളിക്യൂൾസ് ഉണ്ട്. മനസ്സിലായോ? എളുപ്പല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ മോൾ കൺസെപ്റ്റ് GMM ആയിട്ടും GAM ആയിട്ടും ബന്ധിപ്പിക്കുന്നത് മനസ്സിലായോ? എങ്ങനെ കമ്പയർ ചെയ്യുന്നത് മനസ്സിലായോ നമുക്ക്? ഒരു GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 മോളിന് തുല്യമാണ്. ഒരു GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോളിന് തുല്യമാണ്. ഇനി 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും, 6.022 × 10⁻23 അത്രയും പാർട്ടിക്കിൾസ്. അത് ആറ്റാണെങ്കിൽ ആറ്റം, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾ. മോളിക്യൂളിന്റെ കേസിലാണെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവും, ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ അത്രയും അറ്റങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? എളുപ്പമാണ് പറഞ്ഞ കാര്യം. ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് നോക്കാം, ഈ ഒരൊറ്റ എക്സാമ്പിൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പൊ ഏതിനാ വരിക നമുക്ക് പറയാം. ചിലപ്പോൾ മോളായിട്ട് എഴുതിയിട്ടാവും, ചിലപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എഴുതിയിട്ടാവും, ചിലപ്പോൾ ഗ്രാം മാസ് വെച്ച് എഴുതിയിട്ടായിരിക്കും. സോ എങ്ങനെയാണ് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം? എല്ലാം എന്താണ്, കണക്റ്റഡ് ആണ്. സോ ഇങ്ങനെ ഒരു കേസ് നമുക്ക് നല്ല പരിധി നോക്കാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഈ എല്ലാ കേസും ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് 28 ഗ്രാം എന്ത് തന്നിട്ടുണ്ട്, നൈട്രജൻ തന്നിട്ടുണ്ട്. നൈട്രജൻ എന്താണ്, മോളിക്യൂൾ ആണ്, ഡോട്ടാറ്റാണ്. നൈട്രജൻ മോളിക്യൂൾസ് എത്രയാണ് അതിന്റെ മാസ്, 28 ഗ്രാം. അപ്പൊ തന്നിട്ട് എന്താണ്, GMM ആണ്, ഗ്രാം മോളിക്കുലാർ മാസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. നൈട്രജന്റെ GMM നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നൈട്രജൻ ആദ്യം എഴുതുക. നൈട്രജൻ മാസം, ഒരു നൈട്രജന്റെ മാസം 14, 2 നൈട്രജന്റെ മാസം 28. 28 എന്നുള്ളത് ഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ അതിനെ കണ്ടുപിടിക്കാം, ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കാം. അപ്പൊ 28 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തന്നെയാണ്, അത് 1 GMM തന്നെയാണ്. ശരിയല്ലേ? അപ്പൊ ഇതിൽ എന്ത് വിളിക്കാം, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 GMM. 1 ഗ്രാം മോളിക്കുലാർ മാസ് ആണെന്ന് വിളിക്കാം. 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്തുണ്ട്, നൈട്രജൻ മോളിക്യൂൾസ് ഉണ്ട്. അവിടെ കേട്ടെ. 1 GMM എന്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇവിടെ 1 GMM എന്താ ഉള്ളത്, മോളിക്യൂൾസ് ആണ്. ആരുടെ മോളിക്യൂൾസ്, നൈട്രജന്റെ മോളിക്യൂൾ. അപ്പൊ ഇത് വിളിക്കാം, ഇതില് 1 മോൾ നൈട്രജൻ മോളിക്യൂൾസ് ഉണ്ട്. 1 മോൾ നൈട്രജൻ മോളിക്യൂൾസ് ഉണ്ട്. കൺഫേം അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി 1 മോൾ ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും അത് എന്തിനാ വന്നിട്ട് നമ്മൾ 1 മോൾ ആണെങ്കിൽ അതിൽ 6.022 × 10⁻23 അത്രയും എന്തുണ്ടാവും, ആ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇവിടെ എന്താ, ആറ്റം മോളിക്യൂളാണ്. അപ്പൊ എന്ത് എഴുതാം, മോളിക്യൂൾസ് എഴുതാം. ഇതിനെ എന്ത് വിളിക്കാം, ഇതില് 6.022 × 10⁻23 അത്രയും മോളിക്യൂൾസ് ഉണ്ട്. ആരുടെ മോളിക്യൂൾസ്, N2 മോളിക്യൂൾസ്. ഓക്കെ, നമുക്കറിയാം ഒരു N2 മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് 2 ആറ്റങ്ങളുണ്ട്. ശരിയാണോ? 2 നൈട്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണോ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുക? ശരിയല്ലേ? സംശയമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇത്രയും മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിലേക്ക് എത്ര ആറ്റങ്ങൾ ഉണ്ടാവും? ഒരു മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും മോളിക്യൂൾസിൽ 2 × 6.022 × 10⁻23
atoms of nitrogen, not N2N, nitrogen. ഉറപ്പല്ലേ? പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, 28 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GAM കാൽക്കുലേറ്റ് ചെയ്യാം. GAM കാൽക്കുലേറ്റ് തന്നിട്ടുള്ളതല്ല, പക്ഷേ അറ്റല്ല. പക്ഷെ നമുക്ക് 28 ഗ്രാം നൈട്രജൻ ബേസ് നോക്കുകയാണെങ്കിലോ 28 ഗ്രാം നൈട്രജൻ ഇങ്ങനെ സൂചിപ്പിക്കുകയാണെങ്കിലോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നൈട്രജന്റെ അറ്റോമിക് മാസ് നിങ്ങൾക്കറിയാം എത്രയാ, 14 ആണ്. അങ്ങനെ 14 ആണെങ്കിൽ 28 ഗ്രാം എന്ന് പറയുമ്പോൾ ഗിവൺ മാസ് ബൈ GAM എത്ര കിട്ടും, 2 കിട്ടും. ഇതെന്താണ്, GAM ആണ്. 28 ഗ്രാം നൈട്രജൻ ആറ്റ തലത്തിലേക്ക് എന്ത് പറയാ, 2 GAM ഉണ്ട് എന്ന് പറയാം. 2 GAM ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, 2 മോൾ ആറ്റങ്ങൾ ഉണ്ട് എന്ന് പറയാം. 2 മോൾ ആറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആറ്റം ഉണ്ടെന്ന് പറയാം, 2 × 6.0 എത്രയും ആറ്റങ്ങൾ ഉണ്ടെന്ന് പറയാം. എളുപ്പല്ലേ? അപ്പോ ഈ ഒരൊറ്റ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഏതൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇനിയിപ്പോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ മോള് പറയാൻ പറ്റണം, GMM പറയാൻ പറ്റണം. അപ്പൊ ഒരു മോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 6.0 ഉണ്ട്. 6.022 മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒരു മോൾ ഉണ്ടെങ്കിൽ 1 GMM ഉണ്ടാവും. 1 GMM ഉണ്ടെങ്കിൽ 28 ഗ്രാം നൈട്രജൻ ഉണ്ടായിരിക്കും. തിരിച്ചു നമുക്ക് പറ്റണം. ഇത് എങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ഒരു വർക്ക് കൂടി നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഗിവൺ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ, ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് മോളിക്യൂളാണ്. എന്താണ്, മോളിക്യൂളാണ്. ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും കമ്പൈൻ ചെയ്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉറപ്പല്ലേ? ആലോചിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, GMM കണ്ടുപിടിക്കാം. ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ മാസുകൾ നമ്മൾ കൂട്ടാം. കാർബണിന്റെ മാസ് 12, ദെൻ ഓക്സിജന്റെ മാസ് 16. നമുക്ക് എത്ര ഓക്സിജൻ, 2 ഓക്സിജൻ. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 16 - 32 32 12 44 ഗ്രാം. 44 ആണ് കിട്ടുക. 44 ഗ്രാം എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താവുക, GMM ആവുക. അപ്പൊ എത്രയായി, 44 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, 1 GMM എഴുതാം. ശരിയല്ലേ? അപ്പോ 1 GMന്റെ മാസ് 44 ഗ്രാം ആണ് എങ്കിൽ 88 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര GMM ഉണ്ടാവും? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, GMM, നമ്പർ ഓഫ് GMM ഈക്വൽ ടു എങ്ങനെ വിളിച്ചപ്പോൾ ഗിവൺ മാസ് ബൈ എന്ത് ചെയ്ത് GMM കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഗിവൺ മാസ് എത്രയാ, 88 ഗ്രാം ആണ്. നമ്മൾ GMM കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാ, 44. എത്ര കിട്ടി, 2 കിട്ടി അല്ലേ? സോ ഈ 2 ആണ് എന്ത്, GMMകളുടെ എണ്ണം. അപ്പോ ഒരു GMM എന്ന് പറഞ്ഞാൽ ഒരു മോൾ. അങ്ങനെ 2 GMM എന്ന് പറഞ്ഞാൽ എത്ര മോൾ ഉണ്ടാവും അവിടെ, 2 മോൾ ഉണ്ടായിരിക്കും. 2 മോൾ എന്തുണ്ടായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കും. ഉറപ്പല്ലേ? എന്ത് എഴുതാം, 88 ഗ്രാം CO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 GMM ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ എന്ത് മനസ്സിലായി, അതിൽ 2 മോൾ CO2 ഉണ്ട് എന്ന് മനസ്സിലായി. CO2 എന്താണ്, മോളിക്യൂൾസ് എന്ന് മനസ്സിലായി. ഉറപ്പല്ലേ? സംശയമില്ലല്ലോ. 2 മോൾ CO2 മോളിക്യൂൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് പറയാം, ഇതില് 2 × അവഗാഡ്രോസ് നമ്പർ എത്ര, 2 × 6.022 × 10⁻23 അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ട് മനസ്സിലാക്കാം. ഉറപ്പല്ലേ? പിന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇനി നമുക്ക് ആറ്റത്തിന്റെ കേസ് നോക്കിയോക്കാം കേട്ടോ. GAM നോക്കിയോക്കാം. GAM ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു കാർബൺ 2 ഓക്സിജൻ ആറ്റങ്ങൾ. അപ്പൊ നോക്കിയേ, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളില് 3 ആറ്റങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും മോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും, 2 × 6.022 × 10⁻23 മോളിക്യൂൾസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിലും 3 ആറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഇത്രയും ഉണ്ടാവും ആറ്റങ്ങൾ ഉണ്ടാവും. ആരുടെ, കാർബണിന്റെയും ഓക്സിജന്റെയും. ഉറപ്പല്ലേ? സംശയമില്ലല്ലോ, ഒരു ഡൗട്ടില്ലല്ലോ. സോ ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം റിലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഒരു മോൾ ഏത് പദാർത്ഥം, വട്ടെവർ ഇറ്റ് മേ ബി, ആറ്റം ആയിക്കോട്ടെ മോളിക്യൂൾ ആയിക്കോട്ടെ, നിങ്ങൾക്കത് അതിൽ എത്ര പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എത്ര പദാർത്ഥങ്ങൾ, എത്ര കണികൾ അടങ്ങിയിരിക്കുന്നു, എത്ര കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, ആറ്റംസ് ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാറിയാം. അതേപോലെ അതിന്റെ GAM, ഗ്രാം അറ്റോമിക് മാസ് എത്രയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാറിയാം. ദെൻ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാറിയാം. ഗ്രാം മോളിക്കുലാർ മാസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാറിയാം. GAM, ഗ്രാം അറ്റോമിക് മാസ് തന്നു കഴിഞ്ഞാൽ മോൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നറിയാം. ദെൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ അറിയാം, മോൾ കണ്ടുപിടിക്കാൻ അറിയാം.
ഓക്കെ, സോ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന നേരത്തെ നമ്മൾ ചെറിയ ചെറിയ കുറച്ച് എക്സാമ്പിളാണ് ചെയ്തത്. ഒരു നല്ലൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് നിങ്ങൾക്ക് ഒരു 360 ഗ്രാം 360 ഗ്രാം ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ 360 ഗ്രാം എന്തുണ്ട്? C6H12O6 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഗ്ലൂക്കോസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് നോക്കി നോക്കാം അതിൽ എത്ര മോൾ ഗ്ലൂക്കോസ് ഉണ്ട്, എത്ര മോൾ ഗ്ലൂക്കോസ് ഉണ്ട്, എത്ര മോളിക്യൂളുകളുണ്ട്, അതിൻ്റെ GMM എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി എന്താ? നമുക്ക് അതിൻ്റെ GMM, കാരണം അതൊരു മോളിക്യൂളാണ്, ഒത്തിരി ആറ്റങ്ങളുണ്ട്, നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യാം? GMM ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? C6H12O6 എന്ന് പറയുമ്പോൾ 6 കാർബൺ ഉണ്ട്. അപ്പോൾ ഒരു കാർബണിൻ്റെ മാസ് എത്രയാ? വേഗം 12. അങ്ങനെ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ. അപ്പോൾ 12 × 6. ദെൻ അത് കഴിഞ്ഞ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ്റെ മാസ് 1. അപ്പോൾ 1 × 12. ദെൻ അടുത്തത് ഒരു ഓക്സിജൻ്റെ മാസ് എത്രയാ? 16. അപ്പോൾ എത്ര ഓക്സിജൻ ഉണ്ട്? 6 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 6 ഓക്സിജൻ്റെ മാസ് 16 × 6. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആരുടെ മാസ് കിട്ടും? നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ എന്ത് മാസ് കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും. ഒന്ന് വേഗം ആലോചിച്ച് നോക്കി എത്ര കിട്ടുകയെന്ന്. 12 × 6 എത്ര? 72. ദെൻ ഇവിടെ ഒരു 12. ദെൻ 6 × 16 എത്ര കിട്ടും? 96. സോ ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക? 180. ശരിയല്ലേ? 8. സോ 180 ആണ് എന്ത്? മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. ഈ 180 എന്നുള്ളതിനെ നിങ്ങൾ ഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ അതെന്തായി? GMM ആയി. ആരുടെ GMM ആയി? ഗ്ലൂക്കോസിൻ്റെ GMM ആയി. എത്രയാ? 180. 180 ഗ്രാം മീൻസ് 1 GMM ഓഫ് ആര്? ഗ്ലൂക്കോസ്. ശരിയല്ലേ? അപ്പോൾ 180 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 GMM തുല്യമാണ്. നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 360 ഗ്രാം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 360 ഗിവൺ മാസ് ബൈ 180 GMM ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ 2 ആണ്. അപ്പോൾ 2 GMM ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗ്ലൂക്കോസ്. 2 GMM ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിയാം? അതിൽ 2 മോൾ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നറിയാം. 2 മോൾ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിയാം? 2 × 6.022 × 10⁻23 അത്രയും പാർട്ടിക്കിൾസ് ഉണ്ട് എന്നറിയാം. ശരിയല്ലേ? സോ ഇത്രയും പറഞ്ഞ കാര്യം ഉറപ്പാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ അറ്റമിക് കൺസെപ്റ്റിലേക്ക് പോയേക്കാം. ഒരു C6H12O6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 6 കാർബൺ ആറ്റം, 12 ഹൈഡ്രജൻ ആറ്റം, 6 ഓക്സിജൻ ആറ്റം. അപ്പം മൊത്തം എത്ര ആറ്റങ്ങളുണ്ട്? അതിൽ 24 ആറ്റങ്ങളുണ്ട്. എത്ര ആറ്റങ്ങളുണ്ട്? 24 ആറ്റങ്ങളുണ്ട്. ഏതിൽ? ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ. അപ്പോൾ ഇത്രയും മോളിക്യൂൾ ഗ്ലൂക്കോസിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? × 24. ഇത്രയും എന്തുണ്ടാവും? ആറ്റംസ് ഉണ്ടായിരിക്കും. ഉറപ്പാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉറപ്പാണെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്കാണ് മോളാർ വോളിയം. എന്താണ്? മോളാർ വോളിയം. വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് മോളാർ വോളിയം. നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാസ് പാർട്ടിക്കിൾസ്, വാതക തന്മാത്രകളെ നിങ്ങൾ കണ്ടീഷൻ ഉണ്ട് STP. എന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, STP. ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്താ കണ്ടീഷൻ എന്ന് അറിയണ്ടേ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 273 കെൽവിൻ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ദെൻ സ്റ്റാൻഡേർഡ് പ്രഷർ എന്താണെന്നറിയോ? 1 atm പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് വിളിക്കുക. അപ്പോൾ താപനില ഇത്രയും മർദ്ദം ഇത്രയും ആയിരിക്കുന്ന കേസുകളിൽ ഒരു മോൾ ഏത് പദാർത്ഥം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വോളിയം എത്രയാണെന്ന് പറയണത്? 22.4 ലിറ്റർ ആണ്. എത്ര? 22.4 ലിറ്റർ ആണ്. അതിപ്പോൾ എങ്ങനെ മാറുമോ? ഇല്ല. കാരണം നമ്മൾ അവഗാഡ്രോസ് ലോ പഠിച്ചിട്ടുണ്ട്. എന്ത്? ടെമ്പറേച്ചർ, പ്രഷർ എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ്, ശരിയല്ലേ, ഒരു നിശ്ചിത എണ്ണം തന്മാത്രകളുടെ വ്യാപ്തം എന്തായിരിക്കും? തുല്യമായിരിക്കും.
അല്ലേ? അത് എപ്പോഴും എത്രയായിരിക്കും നമ്മൾ പറയുന്നത്? അത് STPയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറുമാണ്, ഈ ടെമ്പറേച്ചറിലും ഈ പ്രഷറിലുമാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് വാതക തന്മാത്ര എടുത്താലും ഏത് ഗ്യാസ് മോളിക്യൂൾസ് എടുത്താലും അതിൻ്റെ വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? STPയിലുള്ള മോളാർ വോളിയം എന്ന് വിളിക്കുക. എന്താണ്? മോളാർ വോളിയം. എന്താ ഈ മോളാർ കൊണ്ട് അർത്ഥമാക്കുന്നത് അറിയോ? ഒരു മോൾ ഏത് സാധനം എടുത്താലും അതിൻ്റെ വോളിയാണ് മോളാർ വോളിയം. ഓക്കെ, അപ്പോൾ ഈ 22.4 ലിറ്റർ എനിക്ക് എന്ത് വിളിക്കാം? മോളാർ വോളിയം. എപ്പോ? ഒരു മോളുടെ വോളിയാണ് എപ്പോ? അറ്റ് STP. മോളാർ വോളിയം അറ്റ് STP എന്ന് എനിക്ക് വിളിക്കാം. എപ്പോ? 273 കെൽവിനിലും 180 m പ്രഷറിലും നിങ്ങൾ ഏത് വാതകങ്ങൾ എടുത്താലും ഏത് ഗ്യാസ് മോളിക്യൂൾസിനെ എടുത്താലും അതിൻ്റെ വോളിയം എത്രയാവും? നമ്മൾ പറയുന്നത് 22.4 ലിറ്റർ ആവും. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം അറ്റ് STP. ഓക്കെ ആണോ? എന്താ മോളാർ വോളിയം? ഒരു മോൾ പദാർത്ഥം നിങ്ങൾ എപ്പോൾ എന്തിലെടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ വോളിയത്തെ നിങ്ങൾ വിളിക്കുന്ന പേരാണെന്ത്? മോളാർ വോളിയം. ഉറപ്പല്ലേ? അത് STPയിലാവുമ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും ആയിരിക്കുമ്പോൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ വാല്യൂ ആണ് എത്ര? 22.4 ലിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് പഠിച്ച പാഠഭാഗത്തിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നമുക്കൊന്ന് അറിയണമല്ലോ. ഓക്കെ, ആദ്യത്തെ കേസിൽ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. പ്രഷറും വോളിയവും ഡിഫറെൻറ്റ് കേസുകളിൽ ആദ്യം പ്രഷർ ഒരു ATM ആയിരുന്നു, പിന്നെ അത് എത്രയായി? 8 ലിറ്റർ ആയി മാറി. പിന്നെ 2 ATM ആയി, അപ്പോൾ അത് 4 ലിറ്ററായി കുറഞ്ഞു. ദെൻ 4 ATM ആയപ്പോൾ അത് 2 ലിറ്ററായി കുറഞ്ഞു. ഓക്കെ, തന്നിട്ടുണ്ട് ഇവിടെ ഇത് ടെമ്പറേച്ചറും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും എന്താണ്? തന്മാത്രകളുടെ എണ്ണവും താപനിലയും എന്താണ് അവിടെ? സ്ഥിരമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് P/V കാണുക. P/V കാണുക എന്ന് പറയുമ്പോൾ പിയും വിയും തമ്മിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുക, ഗുണിക്കുക. അപ്പോൾ 1 × 8. ഇവിടുത്തെ PV എത്രയാ? PV നിങ്ങൾക്ക് എത്ര കിട്ടും? ഇവിടെ 1 × 8 8, ഇവിടെ 2 × 4 8, ഇവിടെ 4 × 2 8. സോ ഇവിടെ PV എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? PV കാണുക. എല്ലാ വട്ടം P/V ചെയ്യുമ്പോൾ എന്താ കിട്ടിയത്? 8 ആണ് കിട്ടിയത് അല്ലേ? ദെൻ ഇത് ഏത് വാതക നിയമമാണ്? ആലോചിച്ച് നോക്കിയേ. വാതക നിയമം ഏതായിരുന്നു? ടെമ്പറേച്ചർ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, താപനിലയും നിശ്ചിത മാസും. ഏതാ കേസ്? ആദ്യത്തെ നിയമം ഏതാ? ബോയിൽ നിയമം. എന്താ പറയണത്? മർദ്ദം വ്യാപ്തത്തിന് വിപരീതാനുപാതത്തിലാണ്. കൂടുന്നു കുറയുന്നു അല്ലേ? മർദ്ദം വ്യാപ്തത്തിന് വിപരീതാനുപാതത്തിലാണ്. പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ശരിയല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ P/V എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ശരി, നിങ്ങൾക്ക് എപ്പോഴും എന്താ കിട്ടിയത്? 8 8 8 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് ഏതാ നിയമം? ബോയിൽ നിയമം, ബോയിൽസ് ലോ. ഉറപ്പല്ലേ? സംശയമില്ലല്ലോ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. ഒരു സിറ്റുവേഷൻ ആണ്, വായു നിറച്ച ബലൂൺ ജലത്തിനടിയിലേക്ക് താഴ്ത്തുന്നു. അവിടെ ഏത് നിയമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാവുന്നതാണ് ചോദ്യം. വായു നിറച്ച ബലൂൺ ജലത്തിനടിയിലേക്ക് താഴ്ത്തുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ ആ കുമിളൊക്കെ വന്ന കേസ് ഓർക്കുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു ലോയാണ്, അതേ സിമിലർ കേസാണ്. സോ ഇത് ജലം, ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ബലൂണിനെ താഴ്ത്തിക്കൊണ്ടുവരിക. ബലൂൺ താഴ്ത്തി വരുമ്പോൾ നമുക്കറിയുന്ന കാര്യം എന്താ? ജലത്തിൻ്റെ അടിയിലേക്ക് പോകും തോറും പ്രഷർ എന്ത് ചെയ്യും? കൂടി വരും, മർദ്ദം കൂടി വരും, പ്രഷർ എന്ത് ചെയ്യും? കൂടും. എപ്പോൾ? ജലത്തിൻ്റെ അടിയിലേക്ക് വരും തോറും മർദ്ദം കൂടുന്നു നമുക്കറിയാം, അറിയാലോ. അപ്പോൾ വീർപ്പിച്ച ബലൂണാണ്, അപ്പോൾ അതിന് നല്ല വ്യാപ്തം ഉണ്ടായിരിക്കും, നല്ല വോളിയം ഉണ്ടായിരിക്കും. അപ്പോൾ അത് താഴത്തേക്ക് ആക്കും തോറും എന്ത് ചെയ്യും? അതിൻ്റെ വോളിയം, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറഞ്ഞ് വരും. ഏതാ നിയമം? ആ ബലൂൺ കെട്ടിയ ബലൂണല്ലേ, അപ്പോൾ അതിന് പുറത്തേക്ക് ആൾക്കാർ പോലില്ലോ, ഗ്യാസ് പാർട്ടിക്കിൾസ് വെള്ളിക്ക് വരില്ലല്ലോ. അപ്പോൾ നിശ്ചിത മാസമല്ലേ അവിടെ, എല്ലാ ആൾക്കാരും അവിടെ തന്നെ ഇല്ലേ? ദെൻ ടെമ്പറേച്ചർ മാറുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് അവിടെ? പ്രഷർ കൂടുമ്പോൾ മർദ്ദം കൂടുമ്പോൾ വോളിയം കുറയുന്നു. ഏതല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലോ. ഏത്? ബോയിൽസ് ലോ. ഇപ്പോൾ ബോയിൽസിൻ്റെ സിറ്റുവേഷൻ ആണ് എനിക്ക് അവിടെ തന്നിട്ടുള്ളത്. മനസ്സിലായോ? ദെൻ അടുത്തൊരു ചോദ്യം നോക്കിട്ടോ. STPയിൽ സ്ഥിതി ചെയ്യുന്ന 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എത്രയാണ്? അപ്പോൾ എന്താണ് ഈ STP, എന്താണ് ഈ വോളിയം എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പഠിച്ചു. എന്താണ് മോളാർ വോളിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ? നമുക്കറിയണം ഒരേ ഒരു കാര്യം എന്താ? ഒരു മോൾ നിങ്ങൾ ഏത് സാധനം STPയിൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വ്യാപ്തം, ആ വാതക തന്മാത്രയുടെ വ്യാപ്തം എപ്പോഴും എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ശരിയാണോ? ഒരു മോൾ STPയിൽ എടുത്തു കഴിഞ്ഞാൽ വ്യാപ്തം നമുക്കറിയാം.
അപ്പോൾ തന്നതിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതിയോ? തന്നതിൽ എത്ര മോൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? 22.4 ലിറ്ററിൽ ഒരു മോൾ ഉണ്ടെങ്കിൽ 112 ലിറ്ററിൽ എത്ര മോൾ ഉണ്ടാവും? എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ വോളിയം 112 ലിറ്റർ ബൈ STPയിലുള്ള വോളിയം 22.4 ലിറ്റർ. എനിക്ക് എത്ര കിട്ടും? 5. എത്ര കിട്ടും? 5. അപ്പോൾ 5 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോളിയാണ് ഇവിടെ എത്ര തന്നിട്ടുള്ളത്? 112 ലിറ്റർ എന്ന് തന്നിട്ടുള്ളത്. ജസ്റ്റ് കമ്പാരിസൺ. നിങ്ങൾക്ക് അങ്ങനെ എന്ത് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗിവൺ മാസ് ബൈ GMM, GAM, വോളിയം. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. 1ന്റെ എത്രയാണെങ്കിൽ 2ന്റെ എത്രയാവും, 3ന്റെ എത്രയാവും, 4ന്റെ എത്രയാവും, 5ന്റെ എത്രയാവും. നിങ്ങൾ ജസ്റ്റ് ലോജിക് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് ഒക്കെ സ്വയം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ 5 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ കയ്യിലുണ്ട്. 5 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മാസ് കണ്ടുപിടിക്കാൻ അറിയോ? കാരണം 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് കണ്ടുപിടിക്കാൻ അറിയാം. എങ്ങനെയാ? CO2 കാർബണിന്റെ 12, ഓക്സിജന്റെ 14, 32, 12, 32, 44. അപ്പൊ 44 എന്നുള്ളത് ഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ 1 GMM മാസായി, 1 മോളിന്റെ മാസായി. നമ്മുടെ കയ്യിൽ എത്ര മോൾ ഉണ്ട്? 5 മോൾ ഉണ്ട്. അപ്പൊ 1 മോളുടെ മാസ് 44 ആണെങ്കിൽ 5 മോളുടെ മാസ് എത്ര കിട്ടും? 5 × 44 ഗ്രാം. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടുക? അതാണ് ഇങ്ങോട്ട് എന്ത് 440 പകുതി 220 ഗ്രാം ആണ് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിയാണോ? എളുപ്പല്ലേ? ജസ്റ്റ് കമ്പാരിസൺ. നമുക്ക് അറിയുന്നതിൽ നിന്നും നമ്മൾ ആദ്യം മോൾ എന്ന് പറയുന്നതിലേക്ക് എത്തുക. മോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഏതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചാടി മറിയാം. ഓക്കെ അല്ലേ? ദെൻ അടുത്ത കേസ് നോക്കിയേ. അറ്റ് STP 170 ഗ്രാം അമോണിയ, അതിന്റെ വ്യാപ്തം കാണുക. നേരെ തിരിച്ചായിരുന്നു. ആദ്യം നമുക്ക് വോളിയം തന്ന് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ മാസ് തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം, വ്യാപ്തം കണ്ടുപിടിക്കണം. സെയിം വഴി ആദ്യം എന്താ ചെയ്യുക? തന്ന് എഴുതുന്നെങ്കിൽ നമ്മൾ മോളിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പൊ നോക്കിട്ടോ. STPയിലാണ്. അപ്പോൾ STPയിൽ വ്യാപ്തം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 1 മോളുടെ വ്യാപ്തം 22.4 ലിറ്റർ ആണെന്നറിയാം. 170 ഗ്രാം അമോണിയ എന്ന് പറഞ്ഞപ്പോൾ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? അപ്പോൾ നോക്കിയോ. അമോണിയ NH3, നൈട്രജന്റെ മാസ് 14, ഹൈഡ്രജന്റെ മാസ് 1. സോ 3 ഹൈഡ്രജൻ 3, 14 3 17 ഗ്രാം എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? 1 GMM അല്ലെങ്കിൽ 1 മോളുടെ മാസായി. 1 മോളുടെ മാസ് 17. അപ്പോൾ 170 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 10 മോൾ ഉണ്ടായിരിക്കും മക്കളെ. 1 മോളുടെ മാസ് 17 ഗ്രാം ആണെങ്കിൽ 10 മോളുടെ മാസ് 170 ഗ്രാം ആവില്ലേ? അപ്പോൾ 170 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോൾ ഉണ്ട്? അതിൽ 10 മോൾ ഉണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻക്ക് വാ. അറ്റ് STP വോളിയം ഓഫ് 10 മോൾ. എളുപ്പമായില്ലേ? 1 മോളുടെ വോളിയം നമുക്ക് എത്ര അറിയാം? 22.4 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ 10 മോളുടെ വോളിയം എത്രയാ? 10 × 22.4 എത്ര കിട്ടും? നമുക്ക് 224 ലിറ്റർ എന്ന് കിട്ടും. ശരിയല്ലേ? ഈ രണ്ട് കേസും ടിപ്പിക്കലി ഒന്ന് തന്നെയാണ്. ഇവിടെ വ്യാപ്തം കാണാൻ പറഞ്ഞു, അവിടെ മാസ് കാണാൻ പറഞ്ഞു. ഇത്രേ വ്യത്യാസമുള്ളൂ. ദെൻ അടുത്ത കേസ് നോക്കി. 2 മോൾ H2SO4 കാൽക്കുലേറ്റ് മാസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം 1 മോൾ H2SO4ന്റെ മാസ് കണ്ടുപിടിക്കണം. 1 മോൾ H2SO4ന്റെ മാസാണ് അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുക അല്ലേ? മോളിക്കുലാർ മാസ് എന്ന് പറയുക. എത്രയത്? H2SO4 കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. വേഗം പറയാം. H2 ഒരു ഹൈഡ്രജന്റെ മാസ് 1, 2 ഹൈഡ്രജൻ ആകുമ്പോൾ 2. ദെൻ സൾഫറിന്റെ മാസ് 32. ദെൻ ഓക്സിജന്റെ മാസ് 16, 32, 64. 4 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 64, 64, 32, 2 എത്ര കിട്ടുക? 98 ഗ്രാം ആണ് 1 മോളുടെ മാസ്. അപ്പോൾ 2 മോളുടെ മാസ് എത്ര കിട്ടും? 98 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 196 ഗ്രാം. എത്രയാണ്? 196 ഗ്രാം. അതാണ് ആരുടെ മാസ്? നമ്മുടെ 2 മോൾ H2SO4ന്റെ മാസ്. സോ ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മോൾ എന്നതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയിലേക്കൊക്കെ എങ്ങനെയൊക്കെ എത്താം? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാം, മോളിക്യൂളുകളുടെ എണ്ണം കണ്ടുപിടിക്കാം, അറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം, മാസ് കണ്ടുപിടിക്കാം, വോളിയം കണ്ടുപിടിക്കാം, GMMകളുടെ എണ്ണം കണ്ടുപിടിക്കാം, GAM കണ്ടുപിടിക്കാം. സോ റിലേഷൻസ് ആണ് അതൊക്കെ. മോൾ എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കൺവീനിയൻ്റ് ആയ രീതിയിൽ ഇതൊക്കെ പറഞ്ഞു വെക്കാൻ പറ്റും. ശരിയല്ലേ? സോ നമുക്കിനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. എക്സാമ്പിൾസ് നിങ്ങൾ തന്നിട്ടുണ്ട്. 20 ഗ്രാം ഹീലിയം, 44.8 ലിറ്റർ 44.8 ലിറ്റർ ഓഫ് അമോണിയ അറ്റ് STP. ഓക്കെ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ എടുത്തിട്ടുള്ള 44.8 ലിറ്റർ അമോണിയ
പിന്നെ അതേപോലെ 1 മോൾ H2SO4, ദെൻ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ എടുത്തിട്ടുള്ള 67.2 ലിറ്റർ നൈട്രജൻ. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള കുറച്ച് സാമ്പിളുകളാണ്. നിങ്ങളുടെ ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ്. തന്മാത്രകളുടെ എണ്ണവും അറ്റങ്ങളുടെ എണ്ണവും എന്ത് ചെയ്യുക, കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ആകെയുള്ള വഴി എന്താ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കാരണം ഒരു മോളിൽ എത്ര തന്മാത്ര ഉണ്ട്, എത്ര ആറ്റം എന്നൊക്കെ നമുക്കറിയാല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ, ആദ്യത്തെ വഴി എന്താ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ നോക്കിക്കോട്ടോ, 20 ഗ്രാം ഹീലിയം മാസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഹീലിയം ആറ്റം അല്ലേ, അപ്പോൾ അതിൻ്റെ GAM നിങ്ങൾക്ക് അറിയാലോ. ഹീലിയം GAM എത്രയാ, 4 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഗിവൺ മാസ് ബൈ GAM, ഗിവൺ മാസ് ബൈ GAM. അപ്പോൾ 20/GAM എത്രയാ, 4. അപ്പോൾ എത്ര കിട്ടി, 5 എന്താണ്, 5 മോൾസ് ഉണ്ട്. ആര്, നമ്മുടെ ഹീലിയം. 1 മോൾ ഹീലിയത്തിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാവും, 6.022 × 10⁻23 അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ 5 മോൾ എത്ര ഉണ്ടായിരിക്കും, 5 × 6.022 × 10⁻23. ഉറപ്പല്ലേ, സംശയമില്ലല്ലോ, ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, അമോണിയയാണ്, വോളിയം തന്നിട്ടുണ്ട് STPയിൽ. അമോണിയം വോളിയം, അപ്പോൾ ഏതാ, നമ്മുടെ മോളാർ വോളിയം. ഓർക്കുന്നുണ്ടോ, 1 മോൾ ഏത് പദാർത്ഥവും നിങ്ങൾ, ഏത് വാതകവും നിങ്ങൾ 1 മോൾ എടുക്കുകയാണെങ്കിൽ അത് ടെമ്പറേച്ചർ, പ്രഷർ എന്നിവ STPയിലാണെങ്കിൽ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷറും ആണെങ്കിൽ വോളിയം എത്രയാ, 22.4 ലിറ്റർ, 22.4 ലിറ്റർ. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര മോൾ ഉണ്ട് കണ്ടുപിടിച്ചാൽ പോരെ. ഗിവൺ വോളിയം 44.8 ലിറ്റർ, 1 മോളിൻ്റെ വോളിയം 22.4 ലിറ്റർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2 അല്ലേ. അപ്പോൾ 2 മോളാണ് ഇവിടെ ഉള്ളത്. എത്ര മോൾ ഇവിടെ ഉള്ളത്, 2 മോൾ അമോണിയ ആണ് ഇവിടെ ഉള്ളത്. 2 മോൾ അമോണിയ എന്ന് പറയുമ്പോൾ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, 1 മോളിൽ 6.022 × 10⁻23 അവഗാഡ്രോസ് നമ്പർ. അപ്പോൾ 2 മോളിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, 2 × 6.022 × 10⁻23 അമോണിയ മോളിക്യൂൾസ് അല്ലേ. ഇനി നമുക്കിവിടെ ആറ്റവും കണ്ടുപിടിക്കാം. 1 അമോണിയ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 1 നൈട്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട് ഇല്ലേ. അപ്പോൾ 1 അമോണിയ മോളിക്യൂളിൽ 4 ആറ്റങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും അമോണിയ മോളിക്യൂൾസ് എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും, 4 × 2 × 6.022 × 10⁻23 നോട്ട് മോളിക്യൂൾസ്, എന്താണ്, ആറ്റംസ്, ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ. ദെൻ അടുത്ത കേസ് നോക്കിയേ, 1 മോൾ H2SO4 സൾഫ്യൂരിക് ആസിഡ് 1 മോൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 1 മോൾ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പറയാം, 1 മോൾ ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, 6.022 × 10⁻23 അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കണ്ണും പൂട്ടി പറഞ്ഞൂടെ. ഇവിടെ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും, 6.022 × 10⁻23 H2SO4 മോളിക്യൂൾസ് അല്ലേ. ഇനി ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്. 1 മോളിക്യൂളിൽ എത്ര ആറ്റങ്ങളുണ്ട്, 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 സൾഫർ ആറ്റം ഉണ്ട്, 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 1 3 3 4 7 ആറ്റങ്ങൾ എവിടെയുണ്ട്, 1 സൾഫ്യൂരിക് ആസിഡിലുണ്ട് അല്ലേ. 1 സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂളിൽ 7 ആറ്റങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂൾ എത്ര ഉണ്ടാവും, × 7 ഇത്രയും എന്തുണ്ടാവും, ആറ്റംസ്, ഇത്രയും ആറ്റംസ് ഉണ്ടായിരിക്കും. 6 × 0 × 10⁻23 അത്രയും H2SO4 മോളിക്യൂൾ × 7 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അത്രയും ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഡിഫറൻ്റ് ആയ ആറ്റങ്ങളാണ്, 2 ഹൈഡ്രജൻ ആറ്റും, 1 സൾഫർ ആറ്റും, 4 ഓക്സിജൻ ആറ്റും, അങ്ങനെ 7 ആറ്റങ്ങൾ 1 മോളിക്യൂൾ ഉണ്ട്. ഉറപ്പല്ലേ. ദെൻ അടുത്ത കേസ് നോക്കുക, അറ്റ് STP 67.2 ലിറ്റർ നൈട്രജൻ ഗ്യാസ്. ഓക്കെ, അപ്പോൾ നൈട്രജൻ ഗ്യാസ് നമുക്ക് അറിയുന്ന കാര്യം എന്താണ്, വോളിയം നമുക്കറിയാം, STP കണ്ണും പൂട്ടിയും കണ്ടുപിടിക്കാം. 67.2 / 22.4 എന്ത് 22.4 ലിറ്റർ 1 മോളിൻ്റെ വോളിയമാണ്, വ്യാപ്തമാണ്. വെട്ടിക്കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3. ശരിയാണോ, ചെയ്ത് നോക്കണം. 3 കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ 3 എന്താണ്, 3 മോൾസ് N2 ഗ്യാസ് ആണ് അവിടെ ഉള്ളത്. 1 മോൾ N2 ഇത്ര എണ്ണം ഉണ്ടായിരിക്കുമെങ്കിൽ 3 മോൾ N2 എത്ര എണ്ണം ഉണ്ടായിരിക്കും, 3 × 6.022 × 10⁻23 മോളിക്യൂൾസ് ഓഫ് N2 ഉണ്ടായിരിക്കും. ഇനി എത്ര ആറ്റങ്ങളുണ്ട്, 1 N2 എന്ന് പറയുമ്പോൾ 2 നൈട്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഇത്രയും മോളിക്യൂൾ എത്ര ആറ്റം ഉണ്ടായിരിക്കും, 2 ×
3 × 6.022 × 10⁻23. ഉറപ്പല്ലേ? ദെൻ അടുത്ത കേസ് നോക്കൂട്ടോ. നിങ്ങൾക്കൊരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഇതാ കുറച്ച് വാതകങ്ങൾ, നൈട്രജൻ, ഓക്സിജൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, കുറച്ച് മോളിക്യൂളുകളാണ്. ആ മോളിക്യൂളുകളുടെ വോളിയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്. വിട്ടുപോയത് എന്ത് ചെയ്യാൻ പറയുന്നത്? പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് അവിടെ. അറ്റ് ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? സ്ഥിരമാണ്, കോൺസ്റ്റന്റ് ആണ്. താപനില, മർദ്ദം എന്നിവ സ്ഥിരം. കണ്ണും പൂട്ടി എനിക്ക് പറയാം ഇത് ഏതാലോ, ഇത് ഏതെന്ന് ചോദിച്ചിട്ടില്ല, നമ്മുടെ അവഗാഡ്രോസ് ലോസ് എന്നാണ്. അവഗാഡ്രോസ് ലോസ് എന്ന് ചോദിച്ച ചോദ്യമാണ് അല്ലേ? അവഗാഡ്രോസ് ലോസ് എന്ന് ചോദിച്ച ചോദ്യമാണ്. എന്താ അവഗാഡ്രോ? ടെമ്പറേച്ചറും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേറനുപാതത്തിലായിരിക്കും. വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന്, വോളിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത് അല്ലേ? സോ നോക്കി കേട്ടോ. 10 ലിറ്റർ നൈട്രജൻ എക്സ് എണ്ണ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ 5 ലിറ്റർ ഓക്സിജനിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? വോളിയം കുറഞ്ഞു, നമ്പർ ഓഫ് പാർട്ടിക്കിളും കുറയണം, നേരനുപാതത്തിലാണ്. കാരണം ഇതൊക്കെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ലോ എക്സിൻ്റെ എണ്ണം കുറയണം, നേരനുപാതത്തിലാണ്. ഇത് പകുതിയാവുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യണം? പകുതിയാവണം. അപ്പോൾ എത്ര വരും നിങ്ങൾക്ക് ഇവിടെ? എക്സ് ഉണ്ടായെന്ന് വെച്ചാൽ x/2. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. 10 ആൾക്കിരിക്കാൻ 2 ബെഞ്ച് വേണം. 10 ആൾക്കാർക്കിരിക്കാൻ 2 ബെഞ്ച് സ്ഥലം വേണം. 5 ആൾക്കാർക്കിരിക്കാൻ 1 ബെഞ്ച് സ്ഥലം മതി. 15 ആൾക്കാർക്കിരിക്കാൻ 3 ബെഞ്ച് സ്ഥലം വേണം. ഉറപ്പല്ലേ? 10 ലിറ്ററിൽ ഇരിക്കണത് എക്സ് ആൾക്കാരാണെങ്കിൽ 5 ലിറ്റർ ഇരിക്കണത് x/2 പകുതി ആൾക്കാരായിരിക്കും, എക്സിൻ്റെ പകുതി ആൾക്കാരായിരിക്കും. ശരിയല്ലേ? കൺഫേം അല്ലേ? 10 ലിറ്ററിൽ എത്ര ആൾക്കാരുണ്ടായിരിക്കും? എക്സ് ആൾക്കാരനുണ്ടായിരിക്കും. ഉറപ്പല്ലേ? 10 ലിറ്ററിൽ എക്സ്. കാരണം എടുത്ത ആൾ ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഏത് വാതകം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ടെമ്പറേച്ചർ മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വോളിയം നേരനുപാതത്തിലാണ്. ഇത്ര നമ്മൾ പറയുള്ളൂ. അത് എടുക്കുന്ന ആളനുസരിച്ച് മാറുന്നില്ലല്ലോ, ഇല്ല. ദെൻ പിന്നത്തെ കേസ് എന്താ? എക്സ് ആൾക്കാർക്ക് ഇരിക്കാൻ 10 ലിറ്റർ സ്ഥലം വേണമെങ്കിൽ 2x ഇരട്ടി ആൾക്കാർക്ക് ഇരിക്കാൻ എത്ര സ്ഥലം വേണം? 20 ലിറ്റർ. 10 ആൾക്കാർക്ക് ഇരിക്കാൻ 2 ബെഞ്ച് വേണമെങ്കിൽ 20 ആൾക്കാർക്ക് ഇരിക്കാൻ 4 ബെഞ്ച് വേണം. ഉറപ്പല്ലേ? സംശയമില്ലല്ലോ, ഡൗട്ടില്ലല്ലോ, കറക്റ്റല്ല പറഞ്ഞ കാര്യം. ഇത് ഏതാ നിയമം നമ്മൾ പറഞ്ഞത്? ഇത് അവഗാഡ്രോസ് ലോ. എന്താ നമ്മൾ പറയുന്നത്? n ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു v ഓ v ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n. ശരിയല്ലേ? ഉറപ്പല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മളിവിടെ പഠിക്കുന്നത്. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും അല്ലെങ്കിൽ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ പാഠഭാഗത്ത് പഠിക്കുന്നത്. ഒത്തിരി ചോദ്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ വർക്കൗട്ടുകളും സ്വന്തം നിലയ്ക്ക് ചെയ്യുക. ദെൻ നമ്മൾ സ്വന്തം നിലയ്ക്ക് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ഇത്ര ഗ്രാം ഇതെടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം, അമോണിയ എടുക്കാം, നൈട്രജൻ എടുക്കാം, ഹൈഡ്രജൻ എടുക്കാം. സോ അങ്ങനെ ഒത്തിരി മോളിക്യൂളുകളുണ്ട്. ആ മോളിക്യൂളുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക? കുറച്ച് ഗ്രാം എടുത്ത് നോക്കുക, കുറച്ച് മാസം എടുത്ത് നോക്കുക, എന്നിട്ട് അതിനെ മോളിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുക. ദെൻ മോളിൽ നിന്നും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുക. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 ആൾക്കാരുടെ മോളിക്യൂൾസ് ഉണ്ടാവും, ആറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആറ്റങ്ങളും കണ്ടുപിടിക്കാൻ പഠിക്കുക, മോളിക്യൂളുകളും കണ്ടുപിടിക്കാൻ പഠിക്കുക. മോളിക്യൂളുകളും ആറ്റങ്ങളും ഡിഫറൻ്റ് ആണെന്നുള്ളത് തുടക്കത്തിലേ മനസ്സിലാക്കിയിട്ടുണ്ടാവണം, തെറ്റിക്കരുത്. ഓക്കെ. ദെൻ അതേപോലെ എന്താണ് മോളാർ വോളിയം എന്ന് മനസ്സിലാക്കുക. മോളാർ വോളിയത്തിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. 22.4 ലിറ്റർ ആണ് നമ്മൾ മോളാർ വോളിയം അറ്റ് STP എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അറ്റ് STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പം മാത്രം, അല്ലാത്ത കേസിൽ എന്തല്ല 22.4 ലിറ്റർ ആയിക്കൊള്ളുന്നില്ല, മാറിപ്പോവാം. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വർക്കൗട്ടുകളുടെ ഭാഗത്ത് നല്ലപോലെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ. ഇപ്പോൾ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും നല്ല രീതിക്ക് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. നിർബന്ധമായിട്ടും നോക്കി വെച്ച പോയിന്റുകളൊന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പോവാണ്. വാതക നിയമങ്ങൾ 3 വാതക നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം. അതിനു മുമ്പ് നമ്മൾ താപനില എന്താണെന്ന് പഠിച്ചു, മർദ്ദം എന്താണെന്ന് പഠിച്ചു, വ്യാപ്തം എന്താണെന്ന് പഠിച്ചു, ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ എന്താണെന്ന് പഠിച്ചു. അതിനു മുന്നേ നമ്മൾ ഗ്യാസിനെ പറ്റിയുള്ള കുറച്ച് പോസ്റ്റുലേറ്റുകൾ നോക്കി.
ചില പ്രസ്താവനകൾ നോക്കി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രസ്താവന എന്തായിരുന്നു? ഗ്യാസ് മോളിക്യൂൾസ് എല്ലാവരും റാൻഡം മോഷനിലാണ്, അവർ നിരന്തരമായി ക്രമരഹിതമായി ചലിച്ചു കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ പോയിന്റ് നിന്നുകൊണ്ടാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് ലോസ് നോക്കി, കുറച്ച് റിലേഷൻസ് ആ ഗ്യാസ് ലോനൊക്കെ എങ്ങനെ നമുക്ക് സിംപ്ലി മാത്തമാറ്റിക്കലി റിലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കി. പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ എന്നുള്ള 3 നിയമങ്ങളുടെയും എന്താ പറയുക, നമ്മൾ സിമ്പിളായിട്ട് നമുക്കങ്ങനെ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് എഴുതാൻ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മോൾ കൺസെപ്റ്റിലേക്ക് പോയി. മോൾ കൺസെപ്റ്റിൽ നമ്മൾ റിലേറ്റീവ് ആറ്റോമിക് മാസ്, അവിടെ നമ്മളൊരു AMU ഓർ യൂണിഫൈഡ് മാസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു. ദെൻ GAM എന്താണെന്ന് പഠിച്ചു. അത് മോളായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തെന്ന് പഠിച്ചു. എന്താണ് നമ്പർ ഓഫ് മോൾസ്, എന്താണ് അവഗാഡ്രോസ് സംഖ്യ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ദെൻ അത് കഴിഞ്ഞ് GMM ഗ്രാം മോളിക്കുലാർ മാസ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ദെൻ ഗ്രാം മോളിക്കുലാർ മാസ് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു GMM = 1 മോൾ എന്ന് പഠിച്ചു. ദെൻ അതിൻ്റെ കുറച്ച് കാൽക്കുലേഷൻസ് നോക്കി. ദെൻ അത് കഴിഞ്ഞ് അവസാനം STPയിലുള്ള ഏതൊരു വാതകങ്ങളുടെയും വ്യാപ്തം മോളുമായി എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മളൊരു മോളാർ വോളിയം പഠിച്ചു, മോളാർ വ്യാപ്തം പഠിച്ചു. അവിടെ നമ്മളൊരു സംഖ്യ പഠിച്ചു, 22.4 ലിറ്റർ ആയിരിക്കും, എപ്പോഴും അത് സ്ഥിരമായിരിക്കും എന്ന് നമ്മൾ സംഖ്യ പഠിച്ചു. അതിൻ്റെ കുറച്ച് കണക്കുകളും നോക്കി. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ മോൾ കൺസെപ്റ്റിലും വാതക നിയമങ്ങളോട് പഠിക്കുന്നത്. നല്ല രീതിയിൽ വർക്കൗട്ടുകൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ബൈ.